യുദ്ധത്തിന്റെ 10ാം ദിനം. പതിവ് പോലെ തന്നെ കിരീടി പരമാസ്ത്രം കൊണ്ട് ദിവസേന ചൊടിച്ചു. എതിർത്ത് കുരുക്കളുടെ രതീന്ദ്രന്മാരെ പരലോകത്തേക്ക് അയച്ചു. പ്രതിജ്ഞ പോലെ സമിതിജ്ഞനായ ഭീഷ്മർ അദ്ദേഹത്തിന്റെ യുദ്ധം മൂലം പാണ്ഡവ സൈന്യവും ക്ഷയിച്ചു തുടങ്ങി. കുരുക്കളോടുകൂടി പോരാടുന്ന ഭീഷ്മനെയും പാഞ്ചാലിനോട് കൂടി പോരാടുന്ന പാർത്ഥനെയും നോക്കി ജനങ്ങൾക്ക് ആശങ്ക ജനിച്ചു. ആ 10ാം ദിവസം ഭീഷ്മ അർജുനന്മാർ എതിർത്തതിൽ രൗദ്രമായ ക്ഷയമുണ്ടായിരിക്കുന്നു. ആ പോരാട്ടത്തിൽ ഭീഷ്മർ പാണ്ഡവരുടെ 10,000-ലധികം യോദ്ധാക്കന്മാരെ കൊന്നു. പരമാസ്ത്രജ്ഞനായ ഭീഷ്മർ പിന്മാറിയ ആ ശൂരന്മാരെ നാമഗോത്രങ്ങൾ അറിയാത്ത വിധത്തിൽ ആക്കി. അങ്ങനെ കൊന്നൊടുക്കി. ഭീഷ്മർ ഇങ്ങനെ 10 ദിവസം പാണ്ഡവ സൈന്യത്തെ ചുട്ടുപൊള്ളിച്ചു. ആ ധർമ്മിഷ്ഠൻ ജീവിതത്തിൽ വൈരാഗ്യം ജനിച്ചു. അദ്ദേഹത്തിന്റെ ആത്മവധത്തെ കാംക്ഷിച്ചുകൊണ്ട് ഇനി അധികം മാനവശ്രേഷ്ഠന്മാരെയൊന്നും നാം കൊല്ലുകയില്ല. അങ്ങനെ നനച്ചുകൊണ്ട് പാണ്ഡുപുത്രന്മാരിലെ മൂത്തവനാകുന്ന യുധിഷ്ഠിരനോട് ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു: മഹാപ്രാജ്ഞനായ യുധിഷ്ഠിര, ധർമ്മമായും സ്വാർഘ്യമായും ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഉണ്ണി നീ കേൾക്കുക. വളരെയേറെ പ്രാണികളെ നാം ഇക്കാലം കൊണ്ട് വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹേ പാർത്ഥ, നീ ഈ പാഞ്ചാലന്മാരെ വിട്ട് എന്നെ കൊല്ലുവാൻ പ്രയത്നിക്കുക. നിനക്കെന്നിൽ പ്രിയമുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്നെ വധിപ്പിക്കുക. ഭീഷ്മരുടെ ഈ അഭിപ്രായം കേട്ട് സത്യം കാണുന്നവനായ ആ പാണ്ഡവൻ യുധിഷ്ഠിരൻ ഭീഷ്മന് നേരെ സൈന്യത്തോട് ആജ്ഞാപിച്ചു: പോരിൽ ഭീഷ്മനെ ജയിക്കുവിനെന്ന്. സത്യസന്ധനായ ജിഷ്ണുവിൻ്റെ വൈരിയാകുന്നു ഭീഷ്മർ. നിങ്ങൾ ജിഷ്ണുവിനെ കാക്കുന്നവരാകുന്നു. ഈ സേനാധിപതിയായ പാർശ്വീവീരനും ഭീമനും നിങ്ങളെ പോരിൽ കാക്കും. പാഞ്ചാല്യന്മാരെ, നിങ്ങൾ ഒട്ടും ഭീഷ്മരെ ഭയപ്പെടേണ്ടതില്ല. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തുന്നവരാകുന്നു നമ്മൾ. തീർച്ചയായും ഭീഷ്മരെ നമ്മൾ ജയിക്കും. 10ാം ദിവസം ഈ നിശ്ചയത്തോടുകൂടി പാണ്ഡവന്മാരെല്ലാവരും ഒത്തുകൂടി. ശിഖണ്ഡിയെയും പാണ്ഡവനായ അർജുനനെയും മുന്നിലാക്കിക്കൊണ്ട് സൈന്യങ്ങൾ കയറി. എന്നാൽ അപ്പോഴേക്കും ദുര്യോധനൻ ദ്രോണനെയും സൈന്യത്തെയും അവിടേക്ക് വിട്ടു. ശക്തനായ ദുശാസനൻ എല്ലാ സോദരന്മാരോടുകൂടിയും യുദ്ധമധ്യത്തിൽ നിൽക്കുന്ന ഭീഷ്മനെ രക്ഷിക്കുന്നു. ചേതി പാഞ്ചാല വീരന്മാരോടുകൂടി വാനര കേദര ശിഖണ്ഡിയെ മുന്നിലാക്കി ഭീഷ്മനോട് ഏറ്റു. എങ്കിലും പാണ്ഡവർ ദ്രൗണിയോട് സാത്വകിയും പൗരവ്യനോട് ദൃഷ്ടകേതുവും അമാത്യന്മാരോടുകൂടിയ ദുര്യോധനനോട് അഭിമന്യുവും പൊരുതി. വിരാടൻ വൻപടയോടുകൂടി സിന്ധുരാജനെയും ശല്യനാവട്ടെ അപ്പോഴേക്കും ധർമ്മപുത്രരുടെ അടുക്കലേക്ക് എത്തി. ആനപ്പടയെ കണ്ട് ഭീമസേനനും അവിടേക്ക് ഓടിയെത്തി. കർണികാര ധ്വജത്തോടുകൂടി അരിന്തമായ സിംഹകേതുവും സൗഭദ്രനോട് രാജപുത്രനായ ബൃഹത്ബലനും ഏറ്റതോടുകൂടി ശിഖണ്ഡിയെയും പാർത്ഥനെയും മുൻപിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ആരംഭിച്ചു. ഭേരീശംഖനാദങ്ങൾ ഘോഷങ്ങളായി. ആന ചിഹ്നം വിളിക്കുന്നു. വീരന്മാരുടെ സിംഹനാദങ്ങൾ. ഇങ്ങനെ നാനാഘോഷങ്ങളും ചേർന്ന് പടക്കളം അതിദാരുണമായി. മന്നവന്മാർക്ക് ശോഭ. സൂര്യ ചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്നു. വീരന്മാരുടെ അംഗതം, കിരീടം എന്നിവയെല്ലാം വില്ലുകളുടെ ഞാണൊലികൾ ക്രൂരമായി. ബാണങ്ങളുടെ ചീറ്റലും ശംഖങ്ങളുടെ ധ്വനിയും ഭേരികളുമെല്ലാം ഘോഷാരവങ്ങളായി. പരസ്പരം ആനകളും കാലാളുകളും വധിക്കപ്പെട്ടു. കുരുക്കൾക്ക് പാണ്ഡവരോടുണ്ടായ പോരാട്ടം കനത്ത നാശനഷ്ടം ഉണ്ടാക്കി. ഭീഷ്മന് വേണ്ടിയുള്ള ആ യുദ്ധം മാംസക്കടലായി തീർന്നു.